അസ്സലാമു അലൈക്കും. ഇത് മുതഅല്ലിമീങ്ങളും അല്ലാത്ത മുഅ്മിനീങ്ങളും അറിയാൻ വേണ്ടി ഇന്നത്തെ ഈ സമാനിൽ നിസ്കാരക്കാർ പഴയ കാലം അപേക്ഷിച്ച് ഒരുപാടും കൂടിയിട്ടുണ്ട്. പള്ളികളും നിസ്കരിക്കുന്നവരും ധാരാളമുണ്ട്. വാസ്തവത്തിൽ നിസ്കാരക്കാരില്ല, കുറവാ, വളരെ വളരെ കുറവാ. ഇന്ന് എണ്ണത്തിലുണ്ട്, വണ്ണത്തിലില്ല. മുമ്പ് കാലം വണ്ണത്തിലുണ്ട്, എണ്ണത്തിലില്ല. വണ്ണത്തിലാണ് ഉണ്ടാവേണ്ടത്, എണ്ണത്തിലല്ല ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിനെ പറ്റി, നിസ്കാരത്തിൽ ഭയഭക്തി വേണം, നിസ്കാരത്തിന്റെ ഫർളുകളൊക്കെയും പരിപൂർണമായി തന്നെ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള നിസ്കാരമായി എണ്ണപ്പെടുകയുള്ളല്ലോ, അല്ലാതെ വെറുതെ ചെറിയൊരു കളികാച്ച നിസ്കാരം എന്ന് പറയൂല. അതാണ് എണ്ണത്തിലില്ല വണ്ണത്തിലില്ല എണ്ണത്തിലുണ്ട് എന്ന് പറഞ്ഞത്. ഇന്നത്തെ ആളുകളെ അപേക്ഷിച്ച് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളാണ് അധികം ഉള്ളത്. പഴയ കാലത്ത് അപേക്ഷിച്ച് ഇന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ അവരിലില്ല. അങ്ങനെ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിനെ പറ്റി തൊട്ട, അന്നഹു ഖാൽ, മുത്തുനബി പറയാം, അലാ ഉഖ്ബിറുക്കും ബി അസ്വഇൻ നാസി സിർഖതൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ കളവാൽ, ലോകത്ത് ഏറ്റവും വലിയ കളവ് കക്കുന്ന കള്ളനെ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലു, സ്വഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ തങ്ങൾ, ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഏറ്റവും വലിയ കള്ളൻ, ലോകത്ത് ഏറ്റവും വലിയ കള്ളൻ, കളവ് നടത്തുന്ന, ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും, അതിന്റെ അപ്പുറം വലിയൊരു കള്ളനില്ല. അസ്വ ഇന്നാസി, അഫ്ആൽ വസ്ന ഇട്ടത് മുത്തനബി പറഞ്ഞത്, ജനങ്ങളുടെ കൂട്ടത്തിൽ വളരെ 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 മോശക്കാരൻ, കളവാൽ ഏറ്റവും വലിയ കള്ളൻ. അപ്പൊ മുത്തനബി പറയാണ്, ഖാല അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, നമസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുന്നവനാണ് കള്ളൻ, ഏറ്റവും വലിയ കള്ളൻ. അങ്ങനെ നിസ്കരിക്കുമ്പോൾ കളക്കാൻ പോവുക, അതെങ്ങനെ? ഖീല, ചോദിക്കപ്പെട്ടു, വ കൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി നബിയെ, നിസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് കളവ് വരിക? നിസ്കാരത്തിൽ നിന്ന് എങ്ങനെ കളവ് നടക്കുക? നിസ്കാരത്ത് കക്കേ? ഖാല, മുത്തനബി പറയാ, നോക്കണം, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, നിസ്കാരത്തിന്റെ റുകൂഅ പരിപൂർണമാക്കുന്നില്ല, സുജൂദും പരിപൂർണമാക്കുന്നില്ല. ഇങ്ങനത്തെ ആളുകളാണ് ലോകത്ത് ഏറ്റവും വലിയ കള്ളൻ, മുത്തനബി വിശേഷിപ്പിക്കുന്നു. ഇന്നത്തെ നിസ്കാരം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, വണ്ണത്തിലില്ല എണ്ണത്തിലുണ്ട് എന്ന്. എല്ലാവരും നിസ്കരിക്കുന്നു, കൂടുതൽ ആൾക്കാരുണ്ട്. മൈദസ്കാത്തിന് ആള് കൂടുതൽ, ളുഹാ നിസ്കാരത്തിന് ആള് കൂടുതൽ, മാനത്തെ നിസ്കാരത്തിന് ആള് കൂടുതൽ, സാധാ നിസ്കാരത്തിന് ജമാഅത്തൊക്കെ ഓവർ, നല്ല ജഗപൊക. വാസ്തവത്തിൽ ഏറ്റവും വലിയ കള്ളന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആരാ കള്ളൻ? ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, നിസ്കാരത്തിന്റെ റുകൂഅോ സുജൂദോ പരിപൂർണമാക്കാതെ പേരിന് കാട്ടിക്കൂട്ടുന്ന ആളുകൾ, ഇവരാണ് ഏറ്റവും ലോകത്ത് വലിയ കള്ളൻ എന്ന് മുത്തനബി പറഞ്ഞതായി ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതിൽ കാണാം. അപ്പൊ നമ്മളൊക്കെയും എന്ത് ചെയ്യണോ? നമ്മൾ വണ്ണത്തിൽ തന്നെ ഉണ്ടാവണം. നിസ്കാരത്തിന്റെ റുകൂഉം സുജൂദും മറ്റു ഫർളുകളും പരിപൂർണമായി ചെയ്ത് അല്ലാഹു തആലാന്റെ തൃപ്തി വാങ്ങിയവരെ കൂട്ടത്തിൽ പെടണം. പേരിന് മാത്രം കാട്ടിക്കൂട്ടിയാൽ പോരാ. അപ്പൊ നിസ്കാരം പരിപൂർണമാവുക തന്നെ വേണം. അതേമാതിരി തന്നെ നിസ്കാരത്തിൽ ഖുശൂഉം ഭയഭക്തിയും വേണം, പേടി വേണം. അപ്പൊ ആ പേടി ഉണ്ടാവുമ്പോ നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ അറിയൂല. പേടിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ അതും ചിന്ത ഇതും ചിന്ത വരുന്നത്. ചരിത്രത്തിൽ കാണാം, വദുക്കിറ അൻ യാഖൂബ് അൽ ഖാരി റളിയല്ലാഹു തആല അൻഹു, ഖുർആൻ ഓത്തുകാരനായ യാഖൂബ് റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു കാന ഫി സ്വലാത്തി, അദ്ദേഹം യാഖൂബ് എന്നവര് നിസ്കാരത്തിലായിരുന്നു. ഫജാഅ തിറാസുൻ ഫഖ്തറസ റിദാഅഹു, അങ്ങനെ തിറാസ് എന്ന ആള് വന്നിട്ട് ഈ യാഖൂബ് എന്ന ആള് തലയിലിട്ടത് ആ തട്ടം ഒറ്റിക്കൊണ്ടുപോയി. ഫദഹബ ബിലാ അസ്വാബി, അങ്ങനെ അയാള് ആ തട്ടം അയാളെ സേതമാരത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഫഅറഫു റിദാഅഹു, അപ്പൊ അവർക്ക് മനസ്സിലായത് യാഖൂബുൽ ഖാരി എന്നവരെ തട്ടാണ്. അങ്ങനെ ഫഖീല ലഹു, അയാളോട് പറഞ്ഞ്, റുദ്ദഹു ഇല റജുലി സ്വാലി, ഈ യാഖൂബുൽ ഖാരി ഉണ്ടല്ലോ, ഒരു നല്ലൊരു മനുഷ്യനാണ്, അവരെ തട്ടം നീ അവരിലേക്ക് തന്നെ കൊണ്ടുകൊടുക്കണം, അത് നീ വിചാരിച്ച ആളല്ല അയാള് എന്ന് കൂടുള്ളവര് പറഞ്ഞു. ഫഇന്നാന ഖാഫു ദുആഅഹു, അയാള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ,
എന്റെ എതിരിലാവാം. അതപ്പോ മദ്ലൂമിന്റെ ദുആ ആണല്ലോ. അപ്പൊ മദ്ലൂമിന്റെ ദുആ അല്ലാഹു തആല തട്ടൂല. അതുകൊണ്ടിട്ട് നീ ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കത്തിഫി വേഗം ഫിറാസ് എന്ന ആള് യാക്കൂബുൽ ഖാരി എന്ന ആളെ ചുമല് കൊണ്ടുവച്ച് വാഴത്തതറയിലെ മീൻസ് നിസ്കാരം കഴിഞ്ഞ ശേഷം മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്തു പോയതാണ്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഇനി ആവർത്തിക്കൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫലമ്മ ഫറഗ മിൻ സ്വലാത്തി അഖ്ബറ ബിദാലിക വഖാല ഇന്നി ലം അശ്ഉർ മിൻ റഫ്ഇഹി വലാ മിൻ വദ്ഇഹി. ഫിറാസെ, ഞാൻ അറിയുന്നില്ല നീ എന്റെ ശരീരത്തിൽ നിന്ന് തട്ടം എടുത്തതോ വെച്ചതോ അറിയുന്നില്ല. ആ നിലക്കുള്ള നിസ്കാരയിക്കണം. അതായത് ഖുശൂഉം ഭയഭക്തിയും ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ള പ്രവൃത്തിയൊന്നും നമ്മൾ ശ്രദ്ധയിൽ വരൂല. ആ നിലക്ക് അള്ളാഹുലേക്ക് ലയിച്ച നിസ്കാരമായിക്കണം നമ്മളെ നിസ്കാരങ്ങളും ഇബാദത്തുകളും എന്ന് ഞാൻ എന്നോട് നിങ്ങളും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് നല്ല നിലക്ക് തിരിച്ച് പറഞ്ഞയച്ച് മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മളെ കൂട്ടത്തിൽ പല പ്രയാസക്കാർ, രോഗികൾ, നമ്മളെ മുതഅല്ലിമീകളും അല്ലാത്തവരിലൊക്കെ ഉണ്ട്. അള്ളാഹു ഈ മാസത്തിന് ബർക്കത്തുണ്ട് അതിനൊക്കെയും പരിഹാരം കാണുകയും രോഗത്തിന് ശിഫ നൽകുകയും കടത്തിൽ നിന്ന് രക്ഷ നൽകുകയും എല്ലാത്തിനും സന്തോഷം അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.